എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ബ്ലാക്ക് ബിയർഡും അവന്റെ അസിസ്റ്റൻസും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ കണ്ണാടി പയ്യനെ അടക്കം ഒരുപാട് നേവി സോൾജിയേഴ്സിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ബോവ ഹാൻകോക്കിനെ അവളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റെയിലി വന്ന് അവളെ രക്ഷിച്ചത്. ബ്ലാക്ക് ബിയർഡ് അവൻ കണ്ണാടി പയ്യൻ അടക്കം ഒരുപാട് നേവി സോൾജിയേഴ്സിനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ചം അട്ടിച്ച് ഇപ്പോ കപ്പലിലേക്ക് തട്ടിക്കൊണ്ടു വന്നതും ആ നേവി സോൾജിയേഴ്സിനെ എല്ലാവരെയും കഷ്ടപ്പെടുന്നത് കണ്ട നമ്മുടെ കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ബിയർഡിന് മുൻപിലേക്ക് വരും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെ നിങ്ങളുടെ അടിമയാക്കി മാറ്റി ഇവിടുന്ന് കൊണ്ടുപോവാം. ഈ പാവൻ നേവി സോൾജിയേഴ്സിനെയും വാർഷിപ്പിനെയും നിങ്ങൾ വിട്ടയക്കണം. അത് കേട്ട് ബ്ലാക്ക് ബിയർഡ് അവൻ പൊട്ടിച്ചിരിക്കും. എന്നെപ്പോലൊരു പൊടിപ്പയ്യൻ അത്രയും പുറത്തുള്ള ഒരാളാണോ? എനിക്കത് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഇപ്പൊ കണ്ണാടി പയ്യനെ നോക്കി കളിയാക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ഫ്ലാഷ് ബാക്കിൽ കാർപ്പാണെങ്കിൽ ഇപ്പോ കണ്ണാടി പയ്യനടക്കം ഒരുപാട് പേർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. കാർപ്പാണെങ്കിൽ അവരോട് ചോദിക്കും, ഒരു വയസ്സായ അപ്പാപ്പനും ഒരു ചെറിയ കുഞ്ഞും അവർ രണ്ടുപേരും ഒരു വില്ലന്റെ കയ്യിൽ പെട്ട് കിടക്കുകയാണ്, നിങ്ങൾ എങ്ങനെ അവരെ രക്ഷിക്കും? അതിന് കണ്ണാടി പയ്യൻ പറയും, ഞാൻ എൻ്റെ ലൈഫ് അത് ദാനമായിട്ട് കൊടുത്ത് ആ അപ്പാപ്പനെയും പയ്യനെയും അവർ രണ്ടുപേരെ സേവ് ചെയ്യും. അതിന് കാർപ്പാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, നിങ്ങൾ എല്ലാവരും വിഡ്ഢികളാണ്, മണ്ടത്തരം മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. ആ അപ്പാപ്പൻ ലൈഫ് സ്പാൻ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ആ കുഞ്ഞിനെയും നിങ്ങളെയും തന്നെയാണെന്ന് പറഞ്ഞ് ആൾ ടെററായിട്ട് ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ ഒരുപാട് അടി ഇടിയൊക്കെ കിട്ടി കാർപ്പ് ആളങ്ങനെ വീണ് കിടക്കുകയാണ്. കണ്ണാടിപ്പയനാണെങ്കിൽ കാർപ്പിനെ തന്നെ നോക്കും. അന്ന് കാർപ്പ് പറഞ്ഞതിന്റെ മീനിങ് അതെന്താണെന്ന് അവനിപ്പോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതേസമയം ഇവിടെയാണെങ്കിൽ ആ ബിൽഡിങ് അതിന്റെ കൈ അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവരികയാണ്. എത്രയും വേഗം ആ കപ്പലിനെ തകർക്കുക എന്നതാണ് ആ ബിൽഡിങ്ങിന്റെ ലക്ഷ്യം. കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് തന്നെ നോക്കി നിൽക്കും. എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ആ ജയന്റ് കൈ അത്രയും വലിയ കപ്പൽ മുഴുവനായിട്ടും തകർക്കും. കപ്പലിലുള്ള ഒരുപാട് നേവി ഓഫീസേഴ്സും കൊല്ലപ്പെടും. അതിനു മുൻപ് എന്ത് വില കൊടുത്തും അത് തടയണം. അതല്ല എങ്കിൽ വലിയൊരു അപകടമാണ് ഉണ്ടാവുക. കാർപ്പ് അദ്ദേഹം എന്നെയാണ് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ നോക്കി നിൽക്കാൻ പാടില്ല. എത്രയും വേഗം ഒരു നേവി ഓഫീസറിനെ പോലെ ആലോചിച്ച് ഇതിനൊരു സൊല്യൂഷൻ അത് കണ്ടെത്തിയേ പറ്റൂ. കണ്ണാടിപ്പയനാണെങ്കിൽ അവൻ്റെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം കാർപ്പ് ആള് വിളിച്ചു പറയും, ഗായ്സ്, ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് ഇവിടെ നിന്ന് തിരികെ പോകാൻ പറ്റും. തോൽവി അത് സമ്മതിക്കരുത്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഞാൻ ആ ഒരു വലിയ കൈ തകർക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം കണ്ണാടിപ്പയ്യൻ അത് തകർക്കുന്ന സമയത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് കപ്പലിൽ വീഴാതിരിക്കാൻ ബ്രൂസ് അത് ബ്ലോക്ക് ചെയ്യണം. ആ സമയം എൽമപ്പോ അവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന വില്ലന്മാരെ അവരെ തുരത്തി ഓടിച്ച് അവരെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യണം. എങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കപ്പൽ സേവ് ചെയ്യാനും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കും. കാർപ്പിന്റെ നിർദ്ദേശം കിട്ടേണ്ട താമസം ഇപ്പൊ അവർ 3 പേര് ഉഷാറായിട്ട് ഓടുകയാണ്. അവരവരുടെ ആ ഒരു മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ. വില്ലന്മാരാണെങ്കിൽ അവർ ഓടുന്നത് കണ്ട് ഇപ്പൊ അവർ റൗണ്ട് ചെയ്യുകയാണ്. അത് കണ്ട് എൽമപ്പോ ആണെങ്കിൽ അവന്റെ സോൾജിയേഴ്സുമായിട്ട് അവരെ തടയാനായിട്ട് വരും. കാരണം അവന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ തടയുക എന്നത്. സോ അതുകൊണ്ട് തന്നെ വമ്പൻ ആയുധങ്ങളൊക്കെ ആയിട്ട് അവർ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവരൊരുപാട് പൈററ്റ്സുകൾ അവിടേക്ക് വരുന്നത് കാണുമ്പോൾ ഗോപി ചെറുതായിട്ട് ഒന്ന് ചെറുക്കാവും. ഇത്രയും പൈററ്റ്സുകളെ അവനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് അവനൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കും. മറ്റൊരു ഭാഗത്ത് കണ്ണാടി പയ്യനും പച്ചത്തലേനും അവർ രണ്ടുപേരും ആ ജയന്റ് കൈ ലക്ഷ്യമാക്കി ഓടുകയാണ്. പച്ചത്തലേനാണെങ്കിൽ കണ്ണാടി പയ്യനോട് ചോദിക്കും, അത് വലിയ കൈയാണ്, അതിനെ കൊണ്ട് ഒരു മറൈൻ കപ്പലല്ല 1-ലധികം മറൈൻ കപ്പൽ ഈസി ആയിട്ട് തകർക്കാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലാണെങ്കിൽ ബോംബോ കനോൻസോ ഒന്നും തന്നെ ഇല്ല, പിന്നെ എങ്ങനെ നിന്നെ കൊണ്ട് അത് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കഴിയും? അതിന് കണ്ണാടിപ്പയനാണെങ്കിൽ തീർത്തു പറയും, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ എന്ത് വില കൊടുത്തും ഞാനത് തകർക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ടൊരു വില്ലൻ അവനാണെങ്കിൽ കനോൻ വെച്ച് ഇപ്പൊ കണ്ണാടിപ്പയ്യനെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട എൽമപ്പു ചാടി വന്ന് ആ ബുള്ളറ്റ് വെട്ടിയെറിയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് അവക്കിജി ആളാണെങ്കിൽ ഇപ്പൊ കാർപ്പിനോട് പറയും, നിങ്ങൾ പൂർണ്ണമായിട്ട് നോക്കൗട്ടായി കഴിഞ്ഞു, ഇനി നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാർപ്പാണെങ്കിൽ അത് കേട്ട് പരിഹസിച്ച് ചിരിച്ച് ചാടി എഴുന്നേക്കും. ഇതൊക്കെ എനിക്ക് വെറും ഒരു മുള്ളു കുത്തുന്ന ലാഘവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ പവർ ഉപയോഗിക്കും. അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ആവുകയാണ്. അവക്കിജി ആണെങ്കിൽ അത് കണ്ട് വണ്ടറടിക്കും. കാർപ്പിന്റെ ഒറ്റ പഞ്ചില് ഇപ്പൊ അവക്കിജി നോക്കൗട്ട് ആവുകയാണ്. അതിനുശേഷം അയർലാൻഡ് മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്ന മെയിൻ വില്ലന്റെ നേർക്ക് ഇപ്പോ കാർപ്പ് പാഞ്ഞു പോവും. ആ ജയന്റ് ബിൽഡിംഗ് ആണെങ്കിൽ കാർപ്പിനെ കണ്ട് പേടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, ഡൈവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്, നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ കാർപ്പ് അതിനു മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിൽ കുറുക്കി ഇപ്പോൾ ഒരൊറ്റ പഞ്ച്. ആ ഒരു പഞ്ചിൽ ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും തകർന്നടിയും.
എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കാർപ്പ് കൊടുത്ത പഞ്ചില് ആ ഒരു ബിൽഡിംഗ് വില്ലൻ അവനാണെങ്കിൽ നന്നായിട്ട് തകരുകയാണ്. പക്ഷെ അവനാണെങ്കിൽ വീണ്ടും അവന്റെ സ്ട്രെങ്ത് അത് റീഗെയിൻ ചെയ്തെടുക്കുകയാണ്. അവന്റെ ബോഡിയിലൂടെ ചോര തുളുമ്പുമ്പോഴും അവൻ ടെററായിട്ട് വിളിച്ചു പറയും, കാർപ്പ് നിന്നെ കൊണ്ട് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ കൈകളുടെ ശക്തി അത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നിന്റെ അസിസ്റ്റൻസും ആ കണ്ണാടി പയ്യനും ആരും ഇവിടുന്ന് ജീവനോടുകൂടെ പോവാൻ ഞാൻ അനുവദിക്കില്ല. അതേസമയം കണ്ണാടി പയ്യൻ അവനാണെങ്കിൽ പച്ചത്തലേനോട് അടിച്ചു പറയും, തീർച്ചയായിട്ടും കാർപ്പിന്റെ വിശ്വാസം അത് ഞാൻ കളയില്ല. കാരണം ഫ്യൂച്ചർ നേവി അതെന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം അത് തകരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനും ഇപ്പൊ ആ ബിൽഡിംഗ് വില്ലനെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ എൽമപ്പോ ആൾ കാർപ്പിനോട് പറയും, കണ്ണാടി പയ്യന്റെ ബോഡി അത് ഭയങ്കര വീക്കാണ്. അവൻ ട്രെയിനിങ് എടുക്കുന്തോറും അവന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റുന്നുണ്ട്. അവനറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഈ രഹസ്യം അതാരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവൻ എന്നെ അറിയിച്ചത്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതെന്ന് അവൻ പറയും. അവർ അങ്ങനെ സൂം ചെയ്ത് കണ്ണാടി പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം അവന് കിട്ടിയ ബോഡി അത് വളരെ വീക്കാണ്. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഞാൻ കാർപ്പിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് കയ്യിൽ ഒരു തുണി അങ്ങനെ വലിച്ചു കെട്ടി അവന്റെ ബോഡിയിലെ മുറിവുകൾ അതെല്ലാം തന്നെ തളർത്താതെ ചോര തുളുമ്പുന്ന കൈകളോടുകൂടെ അവൻ വീണ്ടും വീണ്ടും അവിടെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എൽമപ്പോ ആണെങ്കിൽ അവനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് നീ ദയവ് ചെയ്ത് നിന്റെ ബോഡി ഒരുപാട് പുഷ് ചെയ്യരുത്. അത് വളരെ വീക്കാണ്. പെട്ടെന്ന് തന്നെ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ അവനത് കേൾക്കാൻ തയ്യാറാവില്ല. കട്ട് ചെയ്ത കണ്ണാടിപ്പയനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഇപ്പോ ആ ഒരു ജയന്റ് ബിൽഡിംഗ് മാനെ പഞ്ച് ചെയ്യാനായിട്ട് ഓടുകയാണ്. കണ്ണാടിപ്പയനാണെങ്കിൽ അവന്റെ കാലിലേക്ക് പവർ കൊണ്ടുവന്ന് എയർ വാക്ക് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്ത് ആ കൈയുടെ തൊട്ടടുത്തെത്തും. പക്ഷെ അവൻ ബുദ്ധിപൂർവ്വം കണ്ണാടിപ്പയനെ ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ കൺട്രോൾ പോയി കണ്ണാടിപ്പയ്യനാണെങ്കിൽ അങ്ങനെ തകിടം മറിഞ്ഞ് താഴേക്ക് വീഴുകയാണ്. കണ്ണാടിപ്പയ്യൻ കപ്പൽ ലക്ഷ്യമാക്കിയാണ് വീഴുക. സോ കണ്ണാടി പയ്യനെയും കപ്പലിനെയും ഒരുമിച്ച് അടിച്ച് തകർക്കാനായിട്ട് ആ ഒരു വില്ലൻ അവന്റെ കൈ നീട്ടുകയാണ്. അവൻ കാർപ്പിനോട് വിളിച്ചു പറയും, കാർപ്പ് നിന്റെ മുൻപിൽ വെച്ച് നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും നിന്റെ അസിസ്റ്റൻസിനെയും കപ്പലുകളെയും എല്ലാം തന്നെ ഞാൻ തകർക്കാൻ പോവാണെന്ന് പറയും. ഇവിടെ കണ്ണാടി പയ്യൻ അവൻ താഴേക്ക് വരെ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കും. അവന്റെ ജീവനും ശരീരവും എല്ലാം തന്നെ നശിപ്പിച്ച് അവിടെ ട്രെയിനിങ് എടുത്തത് മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കാർപ്പ് പറഞ്ഞത് ഇതൊരു മന്ത്രം പോലെ അവന്റെ മനസ്സിൽ ജപിക്കുകയാണ്. ഞാനാണ് ഈ ജനങ്ങളെയും നേവിയെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഞാൻ തോറ്റുമടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ ചുരുട്ടി വമ്പം പവറിൽ ആ എർത്തുമാന്റെ ജൈന്റ് കയ്യിൽ ആഞ്ഞൊരിട്ടി. ആ ഒരു ഇട്ടിയിൽ അവന്റെ കൈ അങ്ങനെ തകർന്ന് പൊടിയാവും. ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. അത്രയും നേരവും പച്ചത്തലയൻ അവനാണെങ്കിൽ കാർപ്പ് കണ്ണാടി പയ്യനെ നേവിയുടെ ഫ്യൂച്ചർ ആണെന്ന് പറഞ്ഞതിൽ ഒരല്പ അസൂയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അവൻ ശരിക്കും അതിനർഹനാണെന്ന് ഇപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. നേവി സോൾജേഴ്സിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇവിടെ കാർപ്പിനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര ആഹ്ലാദം. ആൾ പൊട്ടിച്ചിരിക്കും. അതേസമയം ആ തകർന്ന കല്ലും മണ്ണും എല്ലാം തന്നെ കപ്പലിനെ ലക്ഷ്യമാക്കി വരികയാണ്. അത് കണ്ട നമ്മുടെ പച്ചത്തലയൻ അവനൊരു നെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഹോൾഡ് ചെയ്യാണ്. ആക്ച്വലി കാർപ്പ് അവൻ വളരെ വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തെടുത്തത്. ആദ്യം അവൻ ആ ജയന്റ് മാനെ ഇടിച്ച് വീക്കാക്കും. ആ ഗ്യാപ്പിൽ കണ്ണാടിപ്പയൻ ഈസി ആയിട്ട് അവന്റെ കൈ തകർക്കാനായിട്ട് പറ്റും. പിന്നീട് പച്ചത്തലയൻ അവൻ ആ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് നേവിക്കാരെ സേവ് ചെയ്യും. സോ കാർപ്പ് എങ്ങനെ പ്ലാൻ ചെയ്തോ അതുപോലെ തന്നെ അവരിപ്പോൾ ഗ്രൂപ്പായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ കണ്ണാടിപ്പയനാണെങ്കിൽ അത്രയും വലിയ പഞ്ച് കൊടുത്ത് ഇപ്പൊ എയറിലൂടെ അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. അത് കണ്ട എൽമപ്പോ അവൻ അങ്ങനെ ചാടി വന്ന് കണ്ണാടിപ്പയനെ താഴെ വീഴാതെ സേഫായിട്ട് പിടിക്കുകയാണ്. അതിനുശേഷം അവനോട് ചോദിക്കും, സത്യത്തിൽ നമ്മൾ രണ്ടുപേരുമാണ് ആ നേവിയിലേക്ക് വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തു, ഫുഡ് ഉണ്ടാക്കി, പിന്നീട് ഇവിടം വരെ എത്തി. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇത്രയും പവർഫുൾ ആയത് മാത്രം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. അത് കേട്ട് അവൻ ഹാപ്പി ആയിട്ട് എന്റെ ലക്ഷ്യം അത് ഞാൻ നിറവേറ്റിയെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹായിയായി കപ്പലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി കപ്പലിലേക്ക് വരാനായിട്ട് ശേഷിക്കുന്ന ഒരേ ഒരാള് അത് കാർപ്പാണ്. അടുത്ത നിമിഷം കാർപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു കോള് വരികയാണ്. നിങ്ങൾ എത്രയും വേഗം ഇവിടം വിട്ടു പോവുക. നമ്മുടെ ലക്ഷ്യം കണ്ണാടിപ്പയ്യനെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കേട്ട് അവർ ഷോക്കാവും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ കാർപ്പ് ആ ഒരു ചോദ്യത്തിന് കൊടുത്ത ഉത്തരം അത് ആലോചിക്കുകയാണ്. ആ കുഞ്ഞിന് വലിയൊരു ലൈഫ് ഇനിയും ബാക്കിയുണ്ട്. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ ലോകത്തിന് തന്നെ വലിയൊരു നേട്ടം കൊണ്ടുവരാൻ കഴിയും. സോ ഒരു പ്രായമായ ആളെ കഴിഞ്ഞും വാല്യൂ കൂടുതൽ ആ കുഞ്ഞിന്റെ ലൈഫിനാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ സേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഏകദേശം കാർപ്പ് എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് കാര്യം പിടികിട്ടും. കപ്പലാണെങ്കിൽ പതിയെ മുന്നോട്ടേക്ക് നീങ്ങും.
നീങ്ങുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കാർപ്പിനെ കാണിക്കും. അവക്കിജി ആണെങ്കിൽ കാർപ്പിനെ ഓൾമോസ്റ്റ് മുഴുവനായിട്ടും ഫ്രീസ് ചെയ്ത് ആളുടെ ബോഡിയിൽ വലിയൊരു ഐസ്ബർഗ് അങ്ങനെ കുത്തി ഇറക്കുകയാണ്. മരണം മുൻപിൽ കാണുന്ന സമയത്തും നേവിയുടെ ഫ്യൂച്ചറിനെ സേവ് ചെയ്ത സന്തോഷത്തിൽ ആളങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കാർപ്പ് അദ്ദേഹം കൊല്ലപ്പെട്ട കാര്യം ഇപ്പൊ ലോകം മുഴുവൻ സ്പ്രെഡ് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.